വാലന്റൈൻസ് ഡേക്ക് ഒരു മാതാവുള്ളത് നിങ്ങൾക്കറിയോ? മദർ ഓഫ് അമേരിക്കൻ വാലന്റൈൻ എന്നറിയപ്പെട്ടിരുന്ന എസ്തർ ഹൗലാൻഡ്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിക്കാണ് ഈ കഥ നടക്കുന്നത്. ഒരു നല്ല കലാകാരിയായിരുന്ന എസ്തറിന് തന്റെ കൗമാരകാലത്തിന്റെ അവസാനത്തിൽ ആരോ വാലന്റൈൻ കാർഡ് അയക്കുന്നു. ആ പ്രായത്തിൽ നല്ല റൊമാൻസ് അടിച്ചിരിക്കുന്നതിന് പകരം അവരിലെ ബിസിനസ് മൈൻഡ് ഉണരുകയാണ്. ഫാബ്രിക്കുകളും റിബണുകളും വർണ്ണക്കടലാസുകളൊക്കെ വെച്ച് വെറൈറ്റി ആയിട്ടുള്ള കാർഡുകൾ അവർ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. എസ്തർ ഉണ്ടാക്കിയ കാർഡുകൾ ട്രെൻഡിങ് ആവാൻ അധിക സമയം വേണ്ടി വന്നില്ല. സ്ത്രീകളൊന്നും അധികം ജോലിക്ക് പുറത്തു പോകാതിരുന്ന ആ കാലത്ത് സ്ത്രീകളെ മാത്രം വെച്ചുകൊണ്ട് ഒരു യൂണിറ്റ് സെറ്റ് ചെയ്ത് എസ്തർ കാർഡുകൾ ഉണ്ടാക്കി തുടങ്ങി. ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാർഡുകൾ അക്കാലത്തൊക്കെ പണക്കാർക്ക് മാത്രം വാങ്ങാൻ പറ്റുന്ന ഒന്നായിരുന്നു. എന്നാൽ കൈകൊണ്ടുണ്ടാക്കുന്ന കാർഡുകൾ വെച്ച് ഈ മിടുക്കി അമേരിക്കയിൽ ഒരു പുതിയ കാർഡ് വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചു. വാലന്റൈൻസ് ഡേ എന്നത് അമേരിക്കയിൽ ഒരു $multi-billion ബിസിനസ് ആവുന്നതിന് പുറകിൽ എസ്തർ ഹൗലാൻഡ് എന്ന വിഷണറിയായ ഈ സംരംഭകയുടെ റോൾ വളരെ വലുതാണ്.